അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ പാചകം, നമ്മൾ എന്നും പാചകം ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, ആരും പാചകം ചെയ്യാത്തവരായിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്തു, നമ്മളത് നമ്മുടെ കൂട്ടുകാരായിട്ടൊന്ന് കാണിച്ചു തരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ചിലവർ ചോദിക്കും, ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ കൂട്ടത്തിൽ എന്തിനാ പാചകം ഇടുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിനകത്ത് പാചകം കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്, അതുകൊണ്ടാണ് ഇടുന്നത്. അപ്പൊ രണ്ട് കൂട്ടരെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല, രണ്ട് കൂട്ടരെ നമുക്ക് ചേർത്ത് പിടിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില ദിവസം ഇടും കേട്ടോ, ചില ദിവസം പാചകം ഇടത്തൂല്ല. അപ്പൊ അതും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ചിലവർക്കൊക്കെ ഈ ഹോർമോണിന്റെ വ്യത്യാസമൊക്കെ കൊണ്ടിട്ട് അതുകൊണ്ട് ഇങ്ങനെ മുഖത്തൊക്കെ രോമം വളരുന്നില്ല. ഇവിടെ ഇങ്ങനെ വരും, മീശ, താടി അല്ലെ, ഇവിടെ ഒക്കെ ഇങ്ങനെ രോമങ്ങൾ വളരാറുണ്ട്. ചിലവർക്ക് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ചിലവർക്ക് രോമങ്ങൾ വളരാറുണ്ട് അല്ലെ. അപ്പൊ ഈ രോമങ്ങൾ ഇവിടെ വളരുമ്പോഴത്തേക്കും ചിലവർ കളിയാക്കും, അയ്യേ നിനക്ക് വീശണ്ടേ എന്ന് പറയും ഇല്ലേ. അപ്പം ചിലവരൊക്കെ അത് പാർലറിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിങ്ങനെ അവരെങ്ങനെയാണോ നൂല് വെച്ച് വലിച്ചു കളയാതെ എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കാം, എനിക്കൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അതൊന്നും ഇല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഈ മുഖത്തെ ഈ താടിയിലെ അല്ലെങ്കിൽ മീശ ഒക്കെ എങ്ങനെയാണ് കളയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. ഒരുപാട് പേര് മുഖത്തെ രോമങ്ങൾ കൊണ്ട് എന്താ പറയുന്നത് സങ്കടപ്പെടുന്നവർ കാണും അല്ലെ. ചിലവർക്ക് ഭയങ്കര മീശ. കഴിഞ്ഞ ദിവസം ഞാൻ വെളിയിലോട്ട് പോയപ്പോഴത്തേക്കും അതൊരു ചെറിയ കുട്ടിയാ, ചെറിയ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-25 വയസ്സുണ്ടോ, അത്രേ ഉള്ളൂ. അപ്പം അതിന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ദോ ഇവിടെ നിറച്ചിങ്ങനെ മീശ. അപ്പം ഞാൻ ഓർത്ത് ഈ കുട്ടിക്ക് ഇതൊന്ന് കളഞ്ഞൂടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയായിരുന്നു. ചിലവർക്ക് അത് കളയാൻ ഇഷ്ടമില്ലായിരിക്കും, അല്ലെങ്കിൽ അത് കളഞ്ഞു കഴിഞ്ഞാൽ കാട് പോലെ വളരുമായിരിക്കും, എന്തോ എനിക്ക് അറിയത്തില്ല. എന്തായാലും ചിലവർക്ക് കേട്ടോ, എനിക്ക് ഇല്ല. അപ്പൊ അതെങ്ങനെ കളയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, ബൈ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയൊക്കെ കോരി ഒഴിച്ചു. ഇനിയിപ്പോൾ അവിടെ ഇരുന്ന് വേഗട്ടെ. അരിക്കിതാ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കലത്തിൽ എന്താണ്, ഇന്നലത്തെ ശകലം ചോറിരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുവാണ്. ഇത് നമ്മൾ അരി ഇടാനായിട്ട് വെള്ളം വെച്ചിരിക്കുന്നു. ഇപ്പം രാവിലെ ഇത്രയൊക്കെ പരിപാടി ആയിട്ടുള്ളൂ. ഇനി ഇത്രയും മാവ് മിച്ചമുണ്ട്, ഇതെടുത്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ ഇവൻ ദോശയൊക്കെ ആയിട്ട് മാറും അല്ലേ, എല്ലാവരും അങ്ങനല്ലേ. ഇനി കുറച്ച് തേങ്ങ തിരുമണം, ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം. അത്ര ആയിക്കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടി കഴിയും. പിന്നെ തൂത്തുവാരൊക്കെ ഉണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഇന്ന് മഴക്കാറാണ്. രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കയറി. ഇന്ന് സാമ്രാജ്യത്തിൽ കയറാൻ ഒരുപാട് താമസിച്ചു. ഇപ്പൊ എത്ര മണിയായെന്നറിയാം? 1 അപ്പോഴാണ് അടുക്കളയിൽ കയറുന്നത്. എന്താണെന്നറിയാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടന്നു. ചില ദിവസം നമുക്ക് അങ്ങനല്ലേ, ജോലി അങ്ങോട്ട് എത്ര ആയാലും നടക്കത്തില്ല, എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം മേടിച്ച സിലോപ്പിയ മീനുണ്ടായിരുന്നു, 2 വറുത്ത് തിന്നുള്ളൂ, ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ ഞാനത് മാങ്ങയിട്ടൊരു കറി എന്തായാലും വെക്കാൻ പോവാണ്. എന്തെങ്കിലുമൊക്കെ ഉച്ചയ്ക്ക് കഴിക്കണ്ടേ നമുക്ക്. അപ്പം മാങ്ങയും പച്ചമുളകും പിന്നെ നമ്മളിതാ അരപ്പരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവള് മീനിനകത്ത് ഇടുന്നില്ലേന്ന്. മീനിന്റെ അവിടെ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തിട്ട് തണുപ്പൊക്കെ മാറിയിരിക്കുന്നു. നമുക്കപ്പം ഇതൊക്കെ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് താമസിച്ചു. അപ്പം താമസിക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. കുറച്ച് വെള്ളം എടുത്തോണ്ട് വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനകത്തോട്ട് എന്താണെന്നറിയാമോ, പിന്നെ അവിടെ ഞങ്ങൾക്ക് ഓൾറെഡി 3 മുറിയുണ്ട്. പിന്നെ മേളില് 1 മുറിക്കും കൂടെ ഉള്ളൊരു സ്ഥലം കിടപ്പുണ്ട്, ഒരു വലിയ മുറിക്കുള്ള സ്ഥലം തന്നെ കിടപ്പുണ്ട്. അപ്പം രവിചേട്ടൻ പറഞ്ഞു നമുക്ക് ആ മുറി ഒന്ന് പണിതാലോ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 4 മുറിയാവുമല്ലോ. അപ്പം ആരെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിൽ വന്നാലും കിടക്കാനൊക്കെ സൗകര്യം ആവുമല്ലോ. പിച്ചാത്തിരുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞു എന്നാൽ ശരി നമുക്ക് പണിയാം എന്ന് പറഞ്ഞിട്ട്, അപ്പം അതിൻ്റെ ആ മുറി പണിയാനുള്ള ഒരു ഇതായിരുന്നു. അപ്പം രാവിലെ പണിക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവരുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, വെള്ളവും ചായയൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. പാവമുണ്ട്, ചൂടല്ലേ ഒന്നാമത് പാവങ്ങൾക്ക്. അപ്പം നമ്മൾ വെറുതെ നിന്നിട്ട് നമുക്ക് ദാഹിക്കുന്നു. അപ്പം പിന്നെ അവരുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പം ആ പുറകെ നടന്നു. പിന്നെ അതൊക്കെ പോയി ഇങ്ങനെ കണ്ടോണ്ടൊക്കെ നിന്ന് കേട്ടോ. പണിത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ.
അപ്പം അങ്ങനെയാണ് ഞാനിത് താമസിച്ച് പോയത് കേട്ടോ കറി വെക്കാൻ. ഇപ്പം നമുക്ക് ഒരു മീനുണ്ട്, ഒരു മീനെ നമുക്ക് വറക്കുകയും ചെയ്യാം, ബാക്കി മീനെ നമുക്ക് കറി വെക്കുകയും ചെയ്യാം. അപ്പം ഞാനിതൊന്ന് കഷ്ണിച്ചെടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മീൻ കറി ഉപ്പിട്ടല്ലോ അല്ലേ, ഞാനിതിനകത്ത് ഇട്ടു. കൈ കഴിഞ്ഞിട്ട് ഓടി വരാം. അപ്പം ഇതിരിക്കട്ടെ. ഇനി നമുക്ക് ഒരു തോരനും കൂടെ വെക്കണം. അത് നമ്മൾ വെക്കാൻ പോകുന്ന തോരന് വെച്ച് കഴിഞ്ഞാൽ കോവയ്ക്ക തോരനാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ മീൻ കറി, നമ്മുടെ മീനൊക്കെ വെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ചീനച്ചട്ടി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം നമുക്ക് കോവയ്ക്ക തോരൻ അങ്ങോട്ടേക്കാം അല്ലേ. അപ്പം ഞാൻ ഫ്രിഡ്ജിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് പച്ചക്കറിയൊക്കെ തീർന്നു കേട്ടോ. ഒരു 2-3 കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. 4-5 ഉണ്ട്. അതിനകത്ത് നോക്കി വന്നപ്പോഴത്തേക്കും 2-3 എണ്ണമൊക്കെ ചീത്തയായിരുന്നു. അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ നല്ലത് മാത്രം എടുത്തിട്ട് ഒരു സബോളയും കൂടെ അങ്ങ് ഇട്ടെന്നേ. കോവയ്ക്ക ഒട്ടും ഇല്ല നോക്കിയപ്പോഴത്തേക്കും. അപ്പം സബോള ഇട്ട് നമ്മുടെ കോവയ്ക്കയെ നമ്മൾ പെരുപ്പിച്ചെടുത്തു. ഇതിനൊക്കെ നമ്മൾ വീട്ടമ്മമാര് നമ്മൾ മിടുക്കികളാണല്ലോ അല്ലേ. അപ്പൊ ഇതിനകത്തൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു കോവയ്ക്ക തോരൻ, മീൻ കറി, കോവയ്ക്ക തോരൻ, നമ്മുടെ രസം, പിന്നെന്തുവാ, പിന്നെ നമുക്ക് തൈരുണ്ട്, പിന്നെ നമുക്ക് 2-3 ഒരു മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. അത് മുളകൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ മുളക് ഇപ്പം തന്നെ പെടുത്തുന്നതായിരിക്കും. അപ്പം നമ്മൾ 12:45 കയറിയാൽ എന്താ, 1 മണിക്ക് കയറിയാൽ എന്താ. ഇല്ല, 1 മണിയായി കേട്ടോ. 12:45 1 മണിയായി. അപ്പം എന്താ, ഇന്നലെ മീൻ വറുത്തപ്പം മുളകൊക്കെ ഞാൻ എടുത്തു വെച്ചത് ഒരു ശകലം കൂടുതലുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ബാക്കി ഇതിനകത്തോട്ട് ഇട്ട് നമ്മളങ്ങ് പെരട്ടി. ഇനി ഉപ്പ് ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടോ നമുക്ക് നോക്കാം, ശകലം കൂടെ വേണം ഉപ്പ്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിയാറായി കേട്ടോ. ശകലം ഉപ്പും കൂടെ വേണം. ഉപ്പില്ലെങ്കിലും ഒരു രസമില്ല, ഉപ്പ് കൂടി പോയാലും കുഴപ്പമില്ല അല്ലേ. അപ്പം ഇതും കഴിഞ്ഞു. അപ്പം ഇനി ഇതൊന്ന് വറക്കാൻ വെച്ചാൽ മതി. ഒരു ശകലം നേരം ഇവിടെ പെരണ്ടിരിക്കട്ടെ. അപ്പം നമ്മുടെ മീൻകറി തിളച്ച് കാണും. നമുക്ക് ഉപ്പും പുളിയൊന്ന് നോക്കാം. അപ്പം നമ്മുടെ മീനൊക്കെ തിളച്ച് നമുക്ക് ഉപ്പും പുളിയും നോക്കാം കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും മുളകിനകത്താണ് വെക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു തേങ്ങയൊക്കെ അരച്ചു മാങ്ങയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതുണ്ടല്ലോ, ചൂടോടെ കൂട്ടാനേ കൊള്ളത്തോളൂ. പിറ്റേ ദിവസത്തേക്ക് എനിക്ക് തേങ്ങ അരച്ച കറിയോട് വലിയ ഇഷ്ടമൊന്നുമില്ല. മുളക് അരച്ചാൽ നല്ലത്. ചൂടോടെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് നാളത്തേക്ക് ഈ തേങ്ങ അരച്ച് വെച്ച കറി ഇഷ്ടമാണ്. അതൊക്കെ ചാനം കൂടെ പറ്റണം. അപ്പം നമ്മൾ അതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ടൊന്ന് മറന്നു പോയതാട്ടോ. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ. അപ്പം നമ്മുടെ കോവയ്ക്ക തോരനും ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി കോവയ്ക്ക തോരനെ ഒരു പാത്രത്തിലോട്ടും കൂടെ വെച്ചാലേ സമാധാനമാകത്തുള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു മീനുണ്ടായിരുന്നല്ലോ, ഒരു മീനിനെ ഞാൻ കഷ്ണിച്ചു. എന്തായാലും കൈ മുറിഞ്ഞില്ല. കഷ്ണിച്ച് കൈ മുറിയാനൊരു ഭാഗ്യം അല്ലേ. അപ്പം അതും ആയി. പിന്നെ നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇനി നമുക്ക് വേറൊരു വലിയ പരിപാടിയുണ്ട്. നമുക്ക് ഞാൻ അത് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകാം അല്ലേ. നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് നോക്കിക്കേ. എനിക്ക് ഈ അടുക്കളയിൽ കയറി കുറേ നേരം ഒന്നും നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം നമുക്കിവിടെ തോരനും മീൻകറി എല്ലാം ആയി. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ഇനി ഈ ചീനച്ചട്ടി ഒന്ന് കഴുകി വെക്കണം. ഇതൊക്കെ തന്നെ ഉള്ളൂ ഇനി പണി, നമ്മുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാൻ പോകാം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതാ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കണ്ട, കടലമാവ് നമ്മൾ ഫേസിൽ തേക്കുമ്പോൾ നമുക്ക് ഫേസിൽ നല്ല ഗ്ലോയും ഒക്കെ ഉണ്ടാകുന്നൊരു സാധനമാണ് കടലമാവ്. അപ്പം കടലമാവ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അതെടുക്കുക. അപ്പം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ചിട്ട് കൊടുത്താൽ മതിയാകും. നമ്മൾ കടലമാവ് എടുത്ത് അത്രയും മഞ്ഞൾപ്പൊടി എടുക്കണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക്
നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി നോക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഫേസിൽ തേക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമ്മൾ എടുക്കുക. ഫേസിൽ തേച്ച് കഴിഞ്ഞാൽ അത് ഒഴുകി പോകരുത്, ആ ഒരു പരുവത്തിൽ എടുക്കുക. തുള്ളിയും കൂടെ ഒഴിക്കട്ടെ, മതിയായിരിക്കും. ഈ പരുവം കണ്ട, ഒത്തിരി വെള്ളമല്ല, എന്നാൽ നമുക്കത് പുരട്ടുകയും ചെയ്യാം. ഈ പരുവത്തിൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് രോമം, മുഖത്ത് എവിടെയാണ് രോമം വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വളരുന്നത് ദാ ഇവിടെ, പിന്നെ ദാ ഇവിടെ, പിന്നെ ചിലവർക്ക് ഈ താടിയുടെ അടിയിൽ അങ്ങനെയൊക്കെ കാണും. ശരിയല്ല ഞാൻ പറഞ്ഞത്? എവിടെയാണെങ്കിലും നിങ്ങളത് അവനവൻ്റെ മുഖത്തെ കാര്യങ്ങൾ അവനവനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് താടിയിലാകുമ്പോൾ, ഇപ്പം എനിക്ക് താടിയിലാണെങ്കിൽ, എനിക്ക് താടിയിലില്ല കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പം താടിയിലാണെങ്കിൽ താടിയിൽ ഇങ്ങനെ ഇത് പുരട്ടി കൊടുക്കുക. ഇത് കട്ടിയായിട്ട് തന്നെ പുരട്ടി കൊടുക്കണം. ഇതുപോലെ കട്ടിയായിട്ട് പുരട്ടി കൊടുക്കുക. കണ്ട, ഇവിടെയും പുരട്ടി കൊടുക്കുക. നമ്മുടെ മീശ, ഒരു മീശ വച്ചേക്കാം അല്ലേ, കട്ടിയായിട്ട് പുരട്ടി കൊടുക്കുക. കൊമ്പൻ മീശ. ഇതുകൊണ്ട് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാ ഒന്ന് കാണിച്ചു തരണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഈ രോമമുള്ള ഭാഗങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് കാണും താടിയിലും അവിടെയും ഇട്ട് കൊടുക്കുക. കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങോട്ട് പോയെന്നും വെച്ച് ഒരു കുഴപ്പമില്ല. മഞ്ഞളും കടലമാവും സൂപ്പറാണ്. ഞാനപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് തേച്ചും കൂടെ കൊടുക്കാം കേട്ടോ. നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയൊക്കെ കിട്ടും. അയക്കാത്തോട്ട് പോകും. അപ്പം ഇട്ടപ്പം ഞാൻ ഇങ്ങോട്ടൊന്ന് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മളെന്തായാലും എടുക്കുന്നത് പാഴാക്കി കളയണ്ടല്ലോ. നല്ല കാര്യമല്ലേ ഇത് ഫേസ് നല്ല ഗ്ലോ ആകും. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഗ്ലോ ആവുകയും ചെയ്യും. കണ്ടോ, ഇവിടെ കൂടുതൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ട് ഇട്ട് കൊടുക്കും. ഇവിടെ അല്ലേ രോമം വരുന്നത്. എനിക്ക് അങ്ങനെ രോമമില്ല കേട്ടോ. ഇവിടെ 2-3 എണ്ണം ഉണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ ചെയ്താണ് കളയുന്നത് കേട്ടോ. നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി വളരും എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിനൊന്നും പോകത്തില്ല. ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് എഫക്റ്റ് കിട്ടുന്നതാണ്. അതിന് മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്കറിയില്ല. ഓരോരുത്തരുടെ രോമത്തിൻ്റെ കട്ടിയൊക്കെ ഇല്ലേ, ഇങ്ങനെ തേച്ചു. കണ്ട, ഇതിനി തേച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇത് വെച്ചുകൊണ്ടിരിക്കുക. 20 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ കടലമാവ് നന്നായിട്ട് ഉണങ്ങും. മനസ്സിലായോ? ഉണങ്ങിയിട്ട് ഇങ്ങനെ ചെറിയ വിള്ളൽ പോലെ വരും. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ ചെറിയൊരു ഒരു ക്രാക്ക് ചെറുതായിട്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണാമെന്നോ എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഉണങ്ങണം. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഇത് ഉണങ്ങട്ടെ. ഒരു 20 മിനിറ്റ് നമുക്കിത് ഫേസിൽ വെച്ചുകൊണ്ടിരിക്കാം അല്ലേ. അപ്പം ഇത് 15 മിനിറ്റ് മതി കേട്ടോ. ഇപ്പം 20 മിനിറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കുക. ഇത് ഫേസ് തുടയ്ക്കുന്ന ടിഷ്യൂ പേപ്പറാണ് കേട്ടോ. ഇത് കൈ തുടയ്ക്കുന്നതല്ല. അപ്പം ഇതിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിലൊരു ചെറിയ നനവുണ്ട്. ഈ പേപ്പറിലൊരു നനവുണ്ട്. നനവില്ലെങ്കിൽ ഒന്ന് പയ്യെ വെള്ളം തളിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ലെന്നേ. അപ്പം നമുക്ക് കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പം നമ്മുടെ രോമം ഇങ്ങനെ അല്ലേ, ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിൻ്റെ എതിർ ദിശയിൽ നമ്മൾ ഇതിങ്ങനെ തൂത്ത് കൊടുക്കുക. അപ്പം ഇതിങ്ങനെ രോമം ഇങ്ങനെ ആണെങ്കിൽ മേളിലോട്ട് തൂക്കുക അല്ലേ.
ഇപ്പം നമ്മുടെ രോമം എപ്പോഴും ഇങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ പതുക്കനെ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് മേളിലോട്ട് തുടച്ചു കൊടുക്കണം. അപ്പം ഈ രോമം ഇതിൽ വരും. എനിക്കിപ്പോൾ രോമമൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ല. അപ്പം നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കണം. ഇതിങ്ങനെ ആഴ്ചയിൽ ഒന്ന് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ടിഷ്യൂ പേപ്പറിൽ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ചെറിയ രോമം ഉണ്ടല്ലോ, എൻ്റെ ചെറിയ രോമം ദാ ഇതിലിങ്ങനെ പറ്റിയിരിക്കും. ഇപ്പം ഇത് കാണാൻ മാത്രം ഇല്ല രോമം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് 15-20 മിനിറ്റ് വെക്കുക. എന്നിട്ട് നമ്മളിതിനെ എതിർ ദിശയിലേക്ക് തുടയ്ക്കുക. അപ്പം നമ്മുടെ ഫേസിലുള്ള ഇതെല്ലാം ശരിക്കും പെട്ടെന്ന് രോമം പോകും കേട്ടോ. താടിയിലുള്ള രോമമാണെങ്കിലും പോകും, എങ്ങനെയാണെങ്കിലും പോകും. ഇപ്പം ഞാനിതിങ്ങനെ പരീക്ഷ നോക്കിയിട്ടുള്ള കേട്ടോ. നിങ്ങൾ പറയും രോമം ഉള്ളവരുടെ കാണിച്ചാലേ അറിയത്തുള്ളെന്ന്. അത് വേറൊരു സത്യമാണ്. അപ്പം അത് തുടച്ചിനി ഇപ്പം ഇത് വെച്ചും കൂടെ ഒന്ന് തുടയ്ക്കും. നമ്മുടെ ഫേസും ഒന്ന് നന്നായിട്ട് നമ്മളിത് കലക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. താടിയിലും നമ്മളിങ്ങനെ തൂത്ത് കഴിയുമ്പോൾ എതിർ ദിശയിലേക്ക് തൂക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. രോമം ഇങ്ങനെ ആണെങ്കിൽ നമ്മളിതാ ഇങ്ങനെ തൂക്കണം കേട്ടോ. ഇങ്ങനെ തൂത്താൽ മാത്രമേ പോകത്തുള്ളൂ. അറിയാമല്ലോ, പറയാതെ എതിർ ദിശയിൽ തൂത്താലേ പോകത്തുള്ളൂ. കണ്ട. എന്നിട്ട് ഇത് പോയി കഴുകി കളയുക. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പം ഇതൊന്ന് ഉണങ്ങണം. നമ്മളിത് ഇടുമ്പോഴത്തേക്ക് ഇതൊന്ന് ഉണങ്ങണം. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ എതിർ ദിശയിൽ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ചിട്ട് ഇങ്ങനെ ആ തുണിക്കൊരു ചെറിയ നനവ് കേട്ടോ. ഒരുപാട് മുക്കരുത്. ഒരുപാട് മുക്കിക്കഴിഞ്ഞ് ഈ രോമം പോകത്തില്ല. ചെറുതായിട്ടൊന്ന് നനഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് ഇതാ ഇങ്ങനെ തൂക്കുക, എതിർ ദിശയിൽ തൂക്കുക. രോമം പോകുമ്പം ആഴ്ചയിൽ 1 പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാകും. ഇതൊറ്റ പ്രാവശ്യം ചെയ്താൽ മതി ആഴ്ചയിൽ. അപ്പോൾ രോമമുള്ളവർ രോമമൊക്കെ എവിടെ പോയി എന്ന് വിചാരിക്കും. മനസ്സിലായോ? അപ്പം അതുപോലെ അടിപൊളിയാണിത്. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.